Hello guys, welcome back to my channel Sandwich Maria at another interesting episode of Plants. വലിയ നീട്ടിക്കെട്ടലങ്ങില്ല നേരെ വീഡിയോയിലോട്ട് പോകും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊറോണ കാലത്ത് എനിക്ക് ഗാർഡനിങ്ങിൽ പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഗാർഡനിങ്ങിൽ പറ്റിയ 3 അബദ്ധങ്ങൾ. ഇതിപ്പോൾ എൻ്റെ വീട് പണി നടക്കുകയാണ്. വീട് പണിക്ക് സമയത്ത് ഞാനിപ്പോൾ എന്തായാലും ആ അബദ്ധങ്ങൾ പറ്റിയിട്ടെങ്കിലും നമ്മൾ കുറേ മരങ്ങൾ നടും. ആ മരങ്ങൾ പിന്നെ മുറിച്ച് കളയാൻ മനസ്സ് വരത്തില്ല. അതിനൊന്ന് ഒരു ലാൻഡ്സ്കേപ്പ് ഗാർഡൻകാരൻ എന്നെ സുന്ദരമായി പറ്റിച്ച മൂന്നും പറ്റിച്ചെന്നും ഉറപ്പില്ല. 2 നല്ല ഒന്നാം തരം തേപ്പായിരുന്നു. 1 പറ്റിച്ചോ ഇല്ലയെന്ന് കാലം തെളിയിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ്. അടിപൊളിയായിട്ട് കാച്ചി കിടക്കുന്നില്ല, നല്ല പഴുത്ത് കിടക്കുന്നുണ്ട്, പച്ച കളറുണ്ട്. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടുണ്ട്. കാരണം നമ്മുടെ പണ്ടത്തെ ഇരുമ്പും പുളി ഉണ്ടല്ലോ, അതിനേക്കാളും മധുരമുള്ള സാധനമാണ് സ്റ്റാർ ഫ്രൂട്ട്. വീട്ടിൽ വാങ്ങിച്ച് വെച്ച് ഗുമ്മാരെയും കുട്ടി മുതൽ ആബാലവൃത്തം ജനങ്ങളും ഞമ്മും തിന്നുന്ന സാധനം. പക്ഷേ മച്ചാന്മാരെ, ഇതൊരു നമ്പർ 1 തേപ്പായിരുന്നു. ഞാനൊരു പഴക്കടയിൽ നിന്ന് കൊറോണ സമയത്ത് 6300 രൂപ വില, ഇപ്പോഴും ഞാൻ പറയാം 6300 രൂപയ്ക്ക് പലതരം പഴങ്ങൾ വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ ഏകദേശം 350 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു തൈയായിരുന്നു ഈ പടവൃക്ഷമായിട്ട് മാറി നിൽക്കുന്നത്. ഇത് സ്റ്റാർ ഫ്രൂട്ട് അല്ല, അതിൻ്റെ യഥാർത്ഥ പാരൻറ്റ് മുൻഗാമി നമ്മുടെ ഇരുമ്പം പുളിയാണ് കേട്ടോ. നിറയെ കായ്ക്കേണ്ട സ്റ്റാറിൻ്റെ ലുക്കിൽ നിറയെ കായ്ക്കും. ആകെ ഇതിനകത്തുള്ള ഉപയോഗം എന്ന് വെച്ചാൽ കുറേ തത്തകൾ രാവിലെ വരും. ശല്യം എന്ന് വെച്ചാൽ തത്ത ശല്യമല്ല, പക്ഷേ ഇത് തിന്നിട്ട് മൂട്ടിലിടും. ഇത് തൂക്കുന്നവരുടെ നടുമുത്തവും പൊട്ടും. തൂക്കുന്നവരെ ഞാനത് മൂട് വൃത്തിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നടുവും പൊട്ടും. അതുകൊണ്ടാണല്ലോ നമുക്ക് അനുഭവം കൊണ്ടാണല്ലോ പഠിക്കുന്നത്. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കാച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ട് എനിക്ക് പറ്റിയ ഒരു വമ്പൻ പറ്റക്കമാണ് കേട്ടോ. ഏകദേശം 350 രൂപയ്ക്ക് വാങ്ങിച്ച് നട്ടതാണ്. ഇനി ഇത് നമ്മുടെ റംബൂട്ടാനാണ്. ഇതൊരിക്കലും പറ്റിയതല്ല. ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ട് തൈ വാങ്ങിച്ച് നട്ടതാണ്. ഹോം ഗ്രൗണ്ട് നമ്മളങ്ങ് പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു കിടലം സംഭവങ്ങളാണ്. ഹോം ഗ്രൗണ്ട് റംബൂട്ടാൻ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്കൊരബദ്ധം പറ്റി. കഴിഞ്ഞ വർഷമൊക്കെ നല്ല വലിപ്പമുള്ള കാ പിടിക്കുന്നതായിരുന്നു. നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂട്ടിലായിരുന്ന ഒരു പൈപ്പ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മൂട്ടിലെ സിമെൻറ്റും എല്ലാം കഴുകി ഒഴിച്ച് ഇത്തവണ ഇഷ്ടം പോലെ കാച്ചു. പക്ഷേ എല്ലാം പേട്ട് കായായിപ്പോയി. പേട്ട് കാന്ന് തന്നെ ഇത് കേൾക്കുന്ന എല്ലായിടത്തും വന്നു. പേട്ട് കാന്ന് വെച്ചാൽ വളരെ ചെറിയ കായായിപ്പോയി. അപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പിങ്ങിന് അതും കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതും ഞാൻ മറ്റൊരു ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചതാണ്. നേരത്തെ പറഞ്ഞ അതേ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മുടെ സപ്പോർട്ട. എല്ലാം കൂടെയൊക്കെ അടിപൊളിയായിട്ട് കെട്ടിയെടുക്കുമ്പോൾ ഒരു ഗുമ്പില്ലേ. ഈ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് വീഡിയോ അല്ല, പക്ഷേ മരങ്ങളുടെ മൂട് കെട്ടിയെടുക്കുമ്പോഴാണ് അടിപൊളി. ഇത് റംബൂട്ടാനാണ് കേട്ടോ, നാടൻ വെറൈറ്റി. നമുക്ക് നേരെ സ്റ്റാർ ഫ്രൂട്ടിലോട്ട് വരാം. ഈ സ്റ്റാർ ഫ്രൂട്ട് ഞാനിപ്പോൾ ഒന്ന് കോതി കേട്ടോ. തണൽ വൃക്ഷമായിട്ട് നടാൻ അടിപൊളി സാധനമാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് എന്നേ മനസ്സിൽ വായിൽ വരുന്നുള്ളൂ. പക്ഷേ സ്റ്റാർ ഫ്രൂട്ട് അല്ല കേട്ടോ, ഇരുമ്പം പുളിയാണ്. ഇരുമ്പം പുളി എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. കാരണം ഓരോ തവണ നമ്മൾ പറയും കുറച്ചുകൂടെ തടി മുറ്റുമ്പോഴത്തേക്ക് കിടിലാവുകയാണ്. ഏകദേശം ആദ്യം ഒരു 1.5 വർഷം 2 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് ഇതിനകത്ത് കായ വന്നത്. അപ്പോഴും ഞങ്ങളെല്ലാം പരസ്പരം അമ്മയും അച്ഛനും ഞങ്ങളെല്ലാം പരസ്പരം തടി മുറ്റണം, നല്ല അടിപൊളിയായിരിക്കുമെന്ന്. മുറ്റി ഇനി എങ്ങോടെ മുറ്റാൻ. അടുത്തത് 2ാമതായി ഇത് അമ്പഴങ്ങ. നിറയെ കായ്ക്കും കേട്ടോ. വലിയ പൊക്കമൊന്നും വെക്കുന്നതിനുണ്ടോ. എപ്പോഴും നോക്കിയാലും ഇതിനകത്ത് ഒരു കൊല കായാണ്. ഇത് 2 നമുക്ക് പുറകോട്ടൊക്കെ കൊണ്ടാണ്ട് ഇവിടെ കാച്ച് കിടപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നില്ല. സൂമാവട്ടെ കേട്ടോ. അമ്പഴങ്ങയിൽ അതിൻ്റെ മണ്ടേക്കൂടെ ഇവിടെ ചെറുവള്ളിക്കിഴങ്ങെന്നും പറഞ്ഞൊരു വള്ളി പടർന്ന് കിടക്കുന്നതാണ്. നല്ല പുഴുങ്ങിയൊക്കെ തിന്നാൻ പറ്റുന്നൊരു കിഴങ്ങാണത് പടർന്ന് കിടക്കുന്നത്. ഇത് കണ്ടോ, അമ്പഴങ്ങ കണ്ടോ. നിറയെ കായെന്ന് വെച്ചാൽ അടിപൊളി കായാണ്. പക്ഷേ ഇതിലെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിനൊക്കെ സാധാരണ 150 മുതൽ 350 രൂപയ്ക്കൊക്കെ നമുക്ക് ഇതിൻ്റെ തൈ കിട്ടും. എനിക്ക് 1200 രൂപയാണ് ഒരു ഗാർഡൻകാരൻ എൻ്റെ നിന്ന് വാങ്ങിച്ചത്. അന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതായിരുന്നു. പിന്നീട് അടുത്ത് നിന്നൊരു മാവ് കോതിയപ്പോഴത്തേക്ക് ഒടിഞ്ഞു പോയിട്ട് വീണ്ടും പൊടിച്ചു തന്നെയാണ്. ഇവർ 1200 രൂപ വാങ്ങിക്കാൻ 1600 എന്നാണോ ആദ്യം പറഞ്ഞത്? അല്ല, 1200 തന്നെ. 1200 വാങ്ങിക്കാൻ കാര്യം ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് മധുര അമ്പഴമാണ്, സീറ്റ് അമ്പഴമാണെന്ന്. എനിക്കിവിടെ നാടൻ അമ്പഴമുണ്ട്, ഇതുമുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. മറ്റേ തൈ 350 രൂപയ്ക്ക് വാങ്ങിക്കുന്ന തൈയാണ് ഞാൻ 1200 രൂപ കൊടുത്ത് സീറ്റ് അമ്പഴമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. സീറ്റ് അമ്പഴം എന്നൊരു സാധനം ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമാണ് കേട്ടോ. അപ്പോൾ ആ 2ാമത്തെ പറ്റിപ്പത്. 3ാമത് ഈ നിൽക്കുന്ന പടവൃക്ഷം ഏകദേശം ഒരു 10-20 അടിയോളം 15 അടിക്ക് മുകളിൽ വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഇല കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും. പലർക്കും മനസ്സിലാവത്തില്ല. ഇതെന്തറിയുമോ? ഇതാണ് നമ്മുടെ മണപ്പിച്ചോക്കാണെങ്കിൽ പറ്റത്തില്ല, ഇലയ്ക്കങ്ങ് മണമില്ല. നമ്മുടെ ഊതുണ്ടല്ലോ, അത്തർ സ്പ്രേ, അതിൻ്റെ വേറൊരു ഐറ്റമാണ് ഊത്. അത്തർ ഐറ്റങ്ങളിൽ ഏറ്റവും പ്രീമിയം സാധനം ഊതിൻ്റെ മരമെന്നും പറഞ്ഞ് ഞാൻ വാങ്ങിച്ച് നട്ടേക്കുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ കണ്ടിട്ട് ആൾക്കാരാണ് ഇത് ഊതെങ്ങല്ല, ഇത് റോഡ് സൈഡിലും കാടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുമെന്ന്. ഊതിൻ്റെ ഇലയാണെങ്കിൽ അതിനകത്ത് ഒന്ന് വലിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നൂല് വരുമെന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ അതിനകത്ത് ചെറിയ നൂലൊക്കെ കാണാൻ പറ്റും. സൂം ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ടോ? 600 രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ട തയ്യാണ് കേട്ടോ. ഇത് പറ്റിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും കാത്തിരിക്കാം. എനിക്കുള്ള പണി കേട്ടോ. നല്ല സുന്ദരം തേപ്പായി പോയി. ഇതുപോലുള്ള എന്തെങ്കിലും തേപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ പ്ലാൻ റിലേറ്റഡ് നമ്മുടെ ചാനലിൽ വരാനുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്. ഈ വീഡിയോസ് കാണണമെങ്കിൽ അടുത്തുള്ള ഈ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട് എന്നത്. ദിസ് ഈസ് അൻവി സൈനിങ് ഓഫ്.